പ്രധാനപ്പെട്ടൊരു വാർത്തയിലേക്ക് മുകേഷിനെതിരെ വീണ്ടും ആരോപണം വന്നിരിക്കുന്നു. സിനിമയുടെ സെറ്റിൽ അമ്മയെയും മകളെയും ഉപദ്രവിച്ചു എന്നാണ് ജൂനിയർ ആർട്ടിസ്റ്റ് സന്ധ്യ മീഡിയ വണ്ണോട് പറഞ്ഞത്. സന്ധ്യ മീഡിയ വണ്ണിൽ തത്സമയം ചേരുന്നുണ്ട്. സന്ധ്യ, ഇതൊരു ഗുരുതര ആരോപണം എന്നതിനപ്പുറത്തേക്ക് ഇത് തുടർച്ചയായി സംഭവിക്കുന്ന കാര്യം. കഴിഞ്ഞ 3-4 ദിവസങ്ങളിലായി ഒരേ പേരിൽ തന്നെ ഇത്രയധികം ആരോപണങ്ങൾ വരുന്നു. നടപടിയെടുക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് അടുത്തതായിട്ട് വരാം. പക്ഷേ ഈ സംഭവിച്ചു എന്ന് പറയപ്പെടുന്ന കാര്യം ഒന്നുകൂടി വിശദീകരിക്കാമോ? ചെറിയൊരു തിരുത്തുണ്ട്. അത് ആക്ച്വലി ആർട്ടിസ്റ്റിന്റെ മദറിന്റെ അടുത്താണ് മിസ്ബിഹേവ് ചെയ്തത്, ആർട്ടിസ്റ്റിന്റെ അടുത്തല്ല. ഓക്കെ, എന്തായിരുന്നു ആ സംഭവം ഒന്ന് പറയാമോ? കേൾക്കാം സന്ധ്യ, പറഞ്ഞോളൂ. അത് കുറച്ച് വർഷങ്ങൾ മുന്നെയാണ്. അപ്പോൾ ഒരു ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു. അതിപ്പോൾ മാരീഡായി സെറ്റിൽഡ് ആണ് ആ കുട്ടി, ഫിലിം ഫീൽഡിലില്ല. അപ്പോൾ അവരാരും ഇല്ലാത്ത സമയത്ത് ആ കുട്ടിയുടെ മദറിൻ്റെ അടുത്ത് വീട്ടിൽ പോയിട്ട് മിസ്ബിഹേവ് ചെയ്തു. ഇത് ഏത് സമയത്തായിരുന്നു, എവിടെ വെച്ചായിരുന്നു സംഭവം നടന്നത്? ഏത് വർഷത്തിലാണ്? ലൊക്കേഷൻ ഒന്നും കുട്ടി പറഞ്ഞില്ല. അന്ന് പരാതിപ്പെട്ടിരുന്നില്ലേ സന്ധ്യ? ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിട്ടെന്ന് ആരും പരാതിപ്പെട്ടിരുന്നില്ലേ? ഇല്ല, അവരുടെ ഫാമിലി ലീഗലായിട്ട് മൂവ് ചെയ്തില്ല, അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഈ കുട്ടി ഇപ്പോൾ പരാതിപ്പെടാൻ തയ്യാറാണോ? അല്ല, അവരുടെ കോണ്ടാക്ട്സ് ഇപ്പം എനിക്കില്ല. അവർ നമ്പർ മാറ്റി. ഇപ്പോൾ ഞാൻ സംസാരിച്ചിട്ട് ഇപ്പോൾ കുറേ വർഷങ്ങളായി. ഓക്കെ, ഇപ്പോൾ ഇത്രയും ആളുകൾ ഇത്തരത്തിലുള്ള പരാതികൾ പറയുന്ന ഒരു സാഹചര്യത്തിൽ വരുന്ന ഒരു ആരോപണം കൂടി ആയതുകൊണ്ട് ചോദിക്കുകയാണ്. ഇതുകൂടി ഒരു കംപ്ലൈൻ്റ് ആയിട്ട് ഇപ്പം നമുക്കറിയാം, നമുക്ക് നമ്മുടെ അറിവിലോ ഇല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആൾക്കോ ഇത്തരത്തിൽ സംഭവം ഉണ്ടാകുമ്പോൾ ഒരു പക്ഷേ മാനസികമായി പ്രശ്നമുള്ള ആളുകൾക്കൊന്നും ഇത് പുറത്ത് പറയാൻ പറ്റില്ല. അപ്പം സ്വാഭാവികമായിട്ടും മറ്റൊരാൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ പോലീസിനോ ഇല്ലെങ്കിൽ പരാതിയായിട്ടോ ഒക്കെ നൽകാറുണ്ട്. അങ്ങനെ ഇതിൽ മൂവ് ചെയ്യാൻ സന്ധ്യ ഇപ്പോൾ റെഡിയാണോ? ഇല്ല, ഇത് എനിക്ക് നടന്ന സംഭവമല്ല, എനിക്ക് അറിയാവുന്ന ഒരാൾക്ക് നടന്ന സംഭവമാണ്. അപ്പോൾ ഞാനിത് വിറ്റ്നസ് അല്ല, അപ്പോൾ എനിക്കത് മുന്നോട്ട് ലീഗലായിട്ട് പോകാൻ പറ്റത്തില്ല. അവർക്കും അത് താല്പര്യം ഉണ്ടാവില്ല. ബിക്കോസ് അങ്ങനെയാണെങ്കിൽ അവർ അന്ന് തന്നെ കംപ്ലയിൻറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ അവരുടെ ഐഡൻറ്റിറ്റി എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. അവരായിട്ട് ഞാനിപ്പോൾ കോൺടാക്റ്റിലും ഇല്ല. അല്ല, അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദ്യം ചെയ്യപ്പെടില്ലേ? കാരണം അവർക്ക് പരാതിയില്ല, അവരന്നും പരാതിപ്പെട്ടിട്ടില്ല, ഇപ്പോഴും അവർ പരാതിപ്പെടുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ എന്താണ് താങ്കളുടെ പ്രശ്നം എന്ന് ആളുകൾ ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ നിന്നുള്ള ആളുകൾ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴെന്താണ് സന്ധ്യ പറയുക? ഇത് എനിക്ക് മാത്രം പറ്റുന്ന കുഴപ്പമില്ലല്ലോ. ഈ ഫീൽഡിലുള്ള മിക്ക സ്ത്രീകൾക്കും കുറേ അനുഭവങ്ങളുണ്ട്. കുറച്ച് പേര് മുന്നോട്ട് വന്ന് ഷെയർ ചെയ്യുന്നുണ്ട്, കുറച്ച് പേര് പറയുന്നില്ല. അപ്പോൾ ഇത് നടന്നില്ല എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് അതിന് പ്രൂഫില്ല. പക്ഷേ നടന്നില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും? അതിലൊരു അടിസ്ഥാനമില്ല. നമ്മളെപ്പോഴും പ്രൂഫായിട്ട് നടക്കാൻ പറ്റില്ലല്ലോ. വീഡിയോ ക്യാമറ ഓൺ ചെയ്ത് നമുക്ക് നടക്കാൻ പറ്റില്ല. ആ ഒരു സമയത്ത് മൊബൈൽ ഫോൺസ് പോലും ഇല്ല. ഇതിനു മുമ്പ് ഇത്തരത്തിൽ ഏതെങ്കിലും സംഭവങ്ങൾ, അതായത് ഈ വ്യക്തിയുമായോ ഇവരുടെ അമ്മയുമായോ ബന്ധപ്പെട്ടല്ലാതെ ഈ സിനിമാ മേഖലയിൽ നിന്നോ ഒക്കെ ഇത്തരത്തിലുള്ള അനുഭവമോ മറ്റെന്തെങ്കിലും വിവരങ്ങളോ ലഭിച്ചിട്ടുണ്ടോ സന്ധ്യയ്ക്ക്? ഈ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് പറയാറുണ്ട്, ഓരോ അഭിപ്രായങ്ങൾ പറയാറുണ്ട്, ഡയറക്ടേഴ്സിനെ കുറിച്ചും പ്രൊഡ്യൂസേഴ്സിനെ കുറിച്ചും ആക്ടേഴ്സിനെ കുറിച്ചും. അത് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് അവർ പറയാറുള്ളത്. അവർ ഒരു ക്യാരക്ടർ അസാസിനേഷൻ വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ രീതിക്കാണ് പറയുന്നത്, അവർ കൊള്ളത്തില്ല, ഇവർ കൊള്ളത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കഥകളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതായത് ഇപ്പോഴും അത് നടക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ. അതെ, തീർച്ചയായിട്ടും. ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളാണല്ലോ അല്ലേ? അതെ, ഞാൻ ഒരു ഫിലിം ചെയ്തിട്ടുണ്ട്, കുറച്ച് ആഡ് ഫിലിംസും ചെയ്തിട്ടുണ്ട്. ഈ ഫിലിം ഒരെണ്ണം മാത്രം എന്നത് ചോദിക്കുമ്പോൾ ഇതാണ് അവർ ചോദിക്കുന്നത്. അവർ കാസ്റ്റിംഗ് കൗച്ചിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാ സ്ത്രീകളും അതിന് തയ്യാറാവില്ല. എനിക്കതിൽ ഒട്ടും താല്പര്യമില്ല. എനിക്ക് നേരെ ഇപ്പോൾ ക്യാരക്ടർ റോൾ ചെയ്യുക, പോവുക. പക്ഷെ അത് ആ ഒരു ഓപ്പർച്യൂണിറ്റി അവർ തരാൻ തയ്യാറല്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും?